ഹായ്, ഏപ്രിൽ 2024 ആനുകാലികവുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. എല്ലാവർക്കും PSC വിന്നർ 2024 ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ദോസ്തി 16 ഒരു അഭ്യാസമാണ്. അതുപോലെ തന്നെ ഒലീവ് റിഡ്ലി ഒരു കടലാമ, ബിൽക്കിസ് മിർ ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി, അതായത് പൈതൃക ദിനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഗുരുതരമായ അണവാപകടം സംഭവിച്ചേക്കാമെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകിയ സപോറീഷ്യ ആണവ നിലയം യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ സപോറീഷ്യ റീസെൻ്റ്ലി ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആണവ നിലയമാണ് സപോറീഷ്യ. ഈ സപോറീഷ്യ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് യുക്രൈൻ എന്ന് പറയുന്ന രാജ്യത്താണ്. തെക്ക് കിഴക്കൻ യുക്രൈനിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഈ സപോറീഷ്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് റഷ്യയുടെ നിയന്ത്രണത്തിലാണ്. കാരണം യുക്രൈൻ റഷ്യ യുദ്ധമൊക്കെ നമുക്ക് അറിയാം. അപ്പോൾ ഈ 2022 മുതലാണ് ഇത് റഷ്യൻ നിയന്ത്രണത്തിൽ ആകുന്നത്. ഏതാണ് ഈ സപോറീഷ്യ ആണവ നിലയം? ഡിനീപ്പർ നദിയിലെ കക്കോക്വ റിസർവോയറിൻ്റെ തെക്കൻ തീരത്ത് എനർഹോദർ നഗരത്തിന് സമീപം സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യയിലെ പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചതാണ് ഈ സപോറീഷ്യ ആണവ നിലയം. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെക്കൻ തീരത്ത് എനർഹോദർ നഗരത്തിന് സമീപം, അതായത് ഡീനിപ്പർ നദിയിലെ കക്കോക്വ റിസർവോയറിൻ്റെ തെക്കൻ തീരത്ത് എനർഹോദർ നഗരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഉള്ളത്? യുക്രൈനിലാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏറ്റവും അധികം വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ലയാണ് മലപ്പുറം. അടുത്തത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടലാണ് സുവിധ. ഓർത്തിരിക്കണം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ സുവിധ. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനായി തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻകോറാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിന് രൂപവത്കരിച്ച ആപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ C-വിജിൽ. ഇതൊന്നും മാറിപ്പോകരുത്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാകുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ പോർട്ടലാണ് സുവിധ. തിരഞ്ഞെടുപ്പ് ഏകോപനത്തിനുള്ള സോഫ്റ്റ്വെയർ എൻകോറും തിരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നതിനുള്ള ആപ്പ് C-വിജിലും 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സമ്മതിദായകരിൽ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടി നടത്താനായിട്ട് തീരുമാനിച്ചു. ആ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയാണ് സ്വീപ്പ്. ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ്. നമുക്കറിയാം ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പേരിലൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് കുമാറാണ് ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അതായത് 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര്? രാജീവ് കുമാർ. 15 മെയ് 2022 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തലവൻ എന്ന് പറയുന്നത്. സാധാരണയായി ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഈ പദവിയിലേക്ക് എന്ത് ചെയ്യാറുള്ളത്? നിയമിക്കപ്പെടാറുള്ളത്. നമുക്കറിയാം ഒന്നുകിൽ ഇവരുടെ പ്രായം, അതായത് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ പ്രായം 65 വയസ്സോ അല്ലെങ്കിൽ കാലാവധി എന്ന് പറയും. ഒന്നുകിൽ 65 വയസ്സോ അതല്ലെങ്കിൽ 6 വർഷമോ ഏതാണോ ആദ്യം പൂർത്തിയാകുന്നത് അന്ന് വരെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരായിരുന്നു? ഓർത്തിരിക്കണം, സുകുമാർ സെൻ ആയിരുന്നു ആദ്യത്തെ
ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തെ നിയമിച്ചിരുന്നത് 1950 21 മാർച്ചിലാണ് നിയമിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലാവധി 1950 മാർച്ച് 21 മുതൽ 1958 ഡിസംബർ 19 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി. ആരുടെ? സുകുമാർ സെൻ, ആദ്യത്തെ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ വ്യക്തിയുടെ. ഓക്കെ, ഇനി കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണം, എ ഷാജഹാൻ IAS ആണ് കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. മാറിപ്പോകരുത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് കുമാറും 25ാമത്തതാണ്. കേരളത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് കേരള ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? എ ഷാജഹാൻ IAS. അദ്ദേഹം 7ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. അദ്ദേഹത്തെ നിയമിച്ചത് മാർച്ച് 31, 2021 മാർച്ച് 31 അദ്ദേഹത്തിൻ്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന പദവി വഹിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വസ്തുത, കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയത് 1993 ഡിസംബർ 3 ഓക്കെ. അടുത്തത് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. അപ്പോൾ ഇത് മാറിപ്പോകരുത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചോദിച്ചു കഴിഞ്ഞാൽ എ ഷാജഹാനും ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ. അപ്പോൾ പൊതു തിരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്, അതായത് സെൻട്രലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പാർലമെൻറ്റ് ഇലക്ഷനൊക്കെ നടന്നു, അതൊക്കെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഈ തിരഞ്ഞെടുപ്പിനെല്ലാം നേതൃത്വം നൽകുന്നത് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ കേരളത്തിലെ ഓരോ സംസ്ഥാനത്തും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. അടുത്തത്, ഏതൊക്കെ സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി? കേരളവും തമിഴ്നാടും ഒരുമിച്ച് നടത്തുന്ന ഉത്സവമാണ് മംഗളാദേവി ചിത്ര പൗർണമി. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് ഈ മംഗളാദേവി ചിത്ര പൗർണമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്തതൊരു നാവിക അഭ്യാസത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദോസ്തി 16 2014 ഏപ്രിൽ ആരംഭിച്ച മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസമാണ് ദോസ്തി 16. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? മാലദ്വീപ്, ഇന്ത്യയും ശ്രീലങ്കയും. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ദോസ്തി 16. അടുത്തത് ഒലിവ് റിഡ്ലി, ഒരു കടലാമയെക്കുറിച്ചാണ്. അതായത് 3 പതിറ്റാണ്ടിന് ശേഷം തിരുവനന്തപുരത്തെ ശംഖുമുഖം കടൽ തീരത്ത് മുട്ടയിടാൻ എത്തിയ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമയാണ് ഒലിവ് റിഡ്ലി. അടുത്തത് നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് 2024 ഏപ്രിൽ Z കാറ്റഗറി സുരക്ഷ നൽകിയിരുന്നു. അപ്പോൾ ആരാണെന്നറിയാം? രാജീവ് കുമാറിനാണ് Z കാറ്റഗറി സുരക്ഷ നൽകിയത്. ദ്രാവിഡ ഭാഷകൾക്കായി ഓൺലൈൻ ഒരു നിഘണ്ടു ആരംഭിക്കുന്നുണ്ട്. ആ നിഘണ്ടുവിൻ്റെ പേരാണ് സമം. ഞാറ്റുവേല ശ്രീധരൻ തയ്യാറാക്കിയ പ്രശസ്തമായ ചതുർദ്രാവിഡ ഭാഷാ നിഘണ്ടുവിൻ്റെ ഓൺലൈൻ പതിപ്പായാണ് സമം എന്ന് പറയുന്ന ഈ നിഘണ്ടു, ദ്രാവിഡ നിഘണ്ടു ഒരുക്കിയിരിക്കുന്നത്. അടുത്തത്, ഏത് രാജ്യത്താണ് എവർലാൻഡ് തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണ കൊറിയയിലാണ് എവർലാൻഡ് തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ മണ്ഡപത്താണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ മണ്ഡപത്ത്. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത, ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സിലെ ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ജമ്മു കാശ്മീരിൽ നിന്നുള്ള ബിൽക്കീസ് മിറാണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള ബിൽക്കീസ് മിറാണ് ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. കയാക്കിങ്ങിലെ മുൻ ദേശീയ താരവും പരിശീലകയുമായ ബിൽക്കീസ് മിർ ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. അപ്പോൾ കയാക്കിംഗ് ആയിരുന്നു ബിൽക്കീസ് മിറിൻ്റെ ഇനമെന്ന് പറയുന്നത്, കായിക ഇനമെന്ന് പറയുന്നത്. അപ്പോൾ അവർ ദേശീയ താരമായിരുന്നു. അവരാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒളിമ്പിക്സ് ജൂറിയാകുന്ന വനിത. ആരാണ്? ബിൽക്കീസ് മിർ. 2024 ഏപ്രിൽ സാങ്കേതിക കാരണങ്ങളാൽ വിക്ഷേപണം മാറ്റിവെച്ച ഇന്ത്യയുടെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റാണ് അഗ്നിബാൺ.
അപ്പോൾ ഇന്ത്യയുടെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിബാൺ. അത് സാങ്കേതിക തകരാർ മൂലം എന്ത് ചെയ്തു, അതിൻ്റെ വിക്ഷേപണം മാറ്റിവെച്ചു. ഇത് ചെന്നൈയിലാണ് എന്ത് ചെയ്തത്, ഈ അഗ്നികുൽ കോസ്മോസ് ആണ് ഈ അഗ്നിബാൺ എന്ന് പറയുന്ന റോക്കറ്റ് നിർമ്മിച്ചത്. ചെന്നൈയിലെ അഗ്നികുൽ കോസ്മോസ് ആണ് നിർമ്മിച്ചത്. ഒരു മൊബൈൽ സ്മോൾ ലിഫ്റ്റ് ലോഞ്ച് ആണിത്. അതായത് ചെറുതാണ്. മൊബൈൽ സ്മോൾ ലിഫ്റ്റ് ലോഞ്ച് വിസ്മയമാണ് ഇത് അഗ്നിബാൺ റോക്കറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഓർത്തിരിക്കണം, ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ മേധാവി. ലോക പൈതൃക ദിനം ഏപ്രിൽ 18 എല്ലാ വർഷവും ആചരിക്കുന്നത്. 2024 ലോക പൈതൃക ദിനത്തിൻ്റെ പ്രമേയമാണ് വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക, ഡിസ്കവർ എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. അപ്പോൾ എന്താണ് ഈ പൈതൃക ദിനം? എല്ലാ വർഷവും ഏപ്രിൽ 18 അന്തർദേശീയമായി ലോക പൈതൃക ദിനം നമ്മൾ ആചരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ഇൻ്റർനാഷണൽ ഡേ ഫോർ ഓർണമെൻറ്റ്സ് ആൻഡ് സൈറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ദിവസം സ്മാരകങ്ങളുടെയും പാരമ്പര്യ ഇടങ്ങളുടെയും അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കാനായിട്ട് 1983 നവംബറിൽ യുനെസ്കോ തീരുമാനിച്ചു. അപ്പോൾ 2024 പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ കണ്ടെത്തുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ആകുന്നത് ഗോപീചന്ദ് തോട്ടകുര. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഗോപീചന്ദ് തോട്ടകുര. ആമസോൺ സ്ഥാപകൻ അറിയാം, ജെഫ് ബെസോസ്. അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഓറിജിൻ്റെ NS-25 ദൗത്യത്തിലാണ് ഗോപി തോട്ടകുര എന്ത് ചെയ്യുന്നത്, വിനോദസഞ്ചാരിയായി ബഹിരാകാശത്തേക്ക് പോകുന്നത്. ഇതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയും രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്ന പദവിയും ഗോപി തോട്ടകുരയ്ക്ക് സ്വന്തമാക്കും. ആദ്യത്തെ ഇന്ത്യക്കാരൻ, ബഹിരാകാശത്ത് പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ, രണ്ടാമത്തത് ആരാണ്, ഗോപിചന്ദ് തോട്ടകുരയ്ക്ക് ലഭിക്കും. പക്ഷേ ഗോപിചന്ദ് തോട്ടകുര ആദ്യ വിനോദസഞ്ചാരിയാണ് ബഹിരാകാശത്ത് പോകുന്നത്, അത് ഓർത്തിരിക്കണം. അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾസ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ്. അടുത്തിടെ വാർത്തകൾ ഇടം പിടിച്ച സിലിഗുഡി സഫാരി പാർക്ക് ഏത് സംസ്ഥാനം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. ഈ സിലിഗുഡി സഫാരി പാർക്കിലാണ് ഈ അക്ബർ സീതാ സിംഹങ്ങളെയൊക്കെ കുറിച്ച് നമ്മളൊരു വിവാദമൊക്കെ കേട്ടിരുന്നു. അവരെയൊക്കെ താമസിപ്പിച്ചിരിക്കുന്നത് ഈ വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡി സഫാരി പാർക്കിലാണ്. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ACA പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഹാറ്റ്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്. USA അറ്റ്ലാന്റയിലുള്ള ഹാറ്റ്സ്ഫീൽഡ് ജാക്സൺ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഏറ്റവും തിരക്കേറിയ എയർപോർട്ട്. രണ്ടാം സ്ഥാനത്ത് ദുബായ് ഇൻ്റർനാഷണൽ വിമാനത്താവളം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ വിമാനത്താവളം ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലുള്ള ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. സംവിധായകർക്ക് വേണ്ടി ആദ്യമായി കൈപ്പുസ്തകം തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അടുത്തിടെ അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവാണ് അലക്സി നവാൽനി. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഓർത്തിരിക്കണം പാട്രിയറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസ് വാങ്ങിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജന സംഘി. 2024 പാരീസ് ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ച ഗ്രീക്ക് നടിയാണ് മേരി മിന. അപ്പോൾ നമുക്കറിയാം 2024 ജൂലൈയിലാണ് പാരീസിൽ ഒളിമ്പിക്സ് നടക്കുക. ജൂലൈ 20 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് സമ്മർ ഒളിമ്പിക്സ് ആണ്. 30ാമത്തെ സമ്മർ ഒളിമ്പിക്സ് ആണ് ഈ പാരീസ് ഒളിമ്പിക്സ്. 2020 സമ്മർ ഒളിമ്പിക്സ് നടങ്ങിയ ജപ്പാനിലെ ടോക്കിയോയിലായിരുന്നു നടന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കായികോത്സവത്തിൻ്റെ ജന്മദേശമായ ഗ്രീസിലെ ഒളിമ്പിയയിൽ വെച്ചാണ് മേരി മിന 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ദീപം തെളിയിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, 2024 ഏപ്രിലുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരും PSC വിന്നർ 2024 എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വളരെയധികം നന്ദി. ഹായ്, ഏപ്രിൽ 2024 ആനുകാലികവുമായി ബന്ധപ്പെട്ട്